മുഖ്യാതിഥികളുള്ള ഒരാളായ PN ഗോപികൃഷ്ണനിൽ നിന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. കവിത ഒരു രാഷ്ട്രീയ ജീവിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? കവിത ഈ സമകാലീന സാഹചര്യത്തിൽ എപ്പോഴും കവിതയെക്കുറിച്ച് പറയുമ്പോൾ കവിത എങ്ങനെയായിരിക്കണം എന്ന് പല കാലങ്ങളായി ചില നിയമങ്ങൾ അതിനെ തളയ്ക്കാൻ നോക്കുന്നുണ്ട്. ചിലപ്പോൾ PN ഗോപികൃഷ്ണൻ വെച്ച് നോക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ വർക്കുകളെക്കുറിച്ച് നോക്കുമ്പോൾ കവിത ഒരു മാംസഭോജിയാണ് എന്ന് പറയുന്നു, അതൊരു രാഷ്ട്രീയ ജീവിയാണ് നിരന്തരം എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതകൾ എപ്പോഴും അത്തരമൊരു സംവാദത്തിൽ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കവിതകളാണ്. മറ്റ് മേഖലകളിലേക്കും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന പുസ്തകം ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ. അതിൽ ഒരു കവി രാഷ്ട്രീയം ചിന്തിക്കുമ്പോൾ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു നമുക്ക് കാണാൻ കഴിയും. കവിത എപ്പോഴാണ്, എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ ജീവിയാകുന്നത്? നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ആലോചിക്കേണ്ട അല്ലെങ്കിൽ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ എഴുത്ത് എങ്ങനെയാണ് സാധ്യമാവുന്നത് എന്ന ചോദ്യമാണ്. സർഗാത്മകമായത് മാത്രമല്ല, മറ്റ് തരത്തിലുള്ള എഴുത്തുകൾ എങ്ങനെ സാധ്യമാവുന്നു എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. അതിന് ഉത്തരം ഒന്നോ രണ്ടോ ഉത്തരങ്ങളുള്ളൂ. ആ രണ്ട് ഉത്തരങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് കോടതി വിധികളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ എഴുത്ത് നിലനിൽക്കുന്നതെന്ന് പറയാം. ഒന്നാമത്തത് 2016 പെരുമാൾ മുരുകൻ കേസിൽ മദ്രാസ് ഹൈക്കോർട്ടിൻ്റെ വിധി. മദ്രാസ് ഹൈക്കോർട്ടിലെ അന്നത്തെ ചീഫ് ജസ്റ്റിസായിരുന്ന സഞ്ജയ് കിഷൻ കൗളും പുഷ്പ സത്യനാരായണയും കൂടി പുറപ്പെടുവിച്ച വിധി. രണ്ടാമത്തത് ഹരീഷിൻ്റെ മീശ കേസിൽ അന്നത്തെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസായിരുന്ന ദീപക് മിശ്രയും ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡും ഖാൻവിൽക്കറും കൂടി പുറപ്പെടുവിച്ച വിധി. ഈ രണ്ട് വിധിയില്ലായിരുന്നെങ്കിൽ ഇന്ത്യയിൽ എഴുത്ത് എന്ന് പറയുന്ന സംഗതി, പ്രത്യേകിച്ച് സർഗാത്മക എഴുത്ത് എന്ന് പറയുന്ന സംഗതി നിലച്ചു പോയെന്നെ. അപ്പം നമ്മൾ രണ്ട് കോടതി വിധികളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ മൊത്തം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ എഴുത്ത് നിലനിൽക്കുന്നത്. അപ്പോൾ ഇത് രാഷ്ട്രീയമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എഴുത്ത് രാഷ്ട്രീയമാകേണ്ടത് എങ്ങനെയെന്ന് പറയുന്ന ക്വസ്റ്റ്യന് ഉത്തരം കൂടിയിട്ടാണ്. അപ്പോൾ ഈ പെരുമാൾ മുരുകൻ കേസിലെ വിധി തുടങ്ങുന്നത് വോൾട്ടയർ ഉദ്ധരിച്ചിട്ടാണ്. വോൾട്ടയർ പറയുന്നു, നിങ്ങൾ എന്നോട് വിയോജിക്കാനുള്ള നിങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഞാൻ എൻ്റെ അവസാന ശ്വാസം വരെ പോരാടും എന്ന് പറയുന്ന വോൾട്ടയറുടെ വചനം ഉദ്ധരിച്ചിട്ടാണ് ഈ പെരുമാൾ മുരുകൻ കേസിലെ വിധി തുടങ്ങുന്നത്. എന്നോട് യോജിക്കാനുള്ളതല്ല, എന്നോട് വിയോജിക്കാനുള്ള നിങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഞാൻ എൻ്റെ അവസാന ശ്വാസം വരെ പോരാടും. അപ്പോൾ ഡെമോക്രസി എന്ന് പറയുന്നതിൻ്റെ കാതൽ അതാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു എഴുത്ത് ഒരർത്ഥത്തിൽ സംവാദമാണ്, ആ സംവാദത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് ആ ഒരു സംഗതിയാണ്. അപ്പോൾ അതിൽ നിന്നാണ് ആ കോടതി വിധി തുടങ്ങുന്നത് തന്നെ. അതിൽ പ്രത്യേകം ഊന്നി പറയുന്ന മറ്റൊരു കാര്യം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഈ 19(1)A എന്ന് പറയുന്ന വകുപ്പ് ഈ പറയുന്ന എഴുത്തിനെയും മനുഷ്യജീവിതത്തെയും ഒക്കെ സാധ്യമാക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വകുപ്പ് അതാണ്. അതിൻ്റെ പുറത്താണ് ബാക്കി എല്ലാ തരത്തിലുള്ള നമ്മുടെ രാഷ്ട്രീയവും എഴുത്തും സംസ്കാരവും സാഹിത്യവും ഒക്കെ നിലനിൽക്കുന്നതെന്ന് പറയാം. അപ്പോൾ ആ വകുപ്പിനെ സാധ്യമാക്കണമെങ്കിൽ ആ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയിലെ എല്ലാ തരത്തിലുള്ള സങ്കല്പനങ്ങളും അതിൽ പറഞ്ഞിട്ടുള്ള സങ്കല്പനം, തുല്യത എന്ന് പറയുന്ന സങ്കല്പനം, അല്ലെങ്കിൽ മതേതരത്വം എന്ന് പറയുന്ന സങ്കല്പനം, അല്ലെങ്കിൽ ഡെമോക്രസി ജനാധിപത്യം എന്ന് പറയുന്ന സങ്കല്പനം, ഇതെല്ലാം ആധുനികമായ പരികല്പനകളായിട്ട് കാണണം. എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് കൺസെപ്റ്റ്സാണ്. ആ സങ്കല്പനങ്ങൾ എന്ന് പറയുന്നത് ആധുനികമാണ്. പഴയൊരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്കിതിനെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വളരെ ഈ പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആത്മാവായ 19(1)A എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗം എടുക്കുന്ന ആൾക്കാർ മാത്രമാണ് എഴുത്തുകാർ. അത് എഴുത്തുകാർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒന്നല്ല, ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും ബാധകമായിട്ടുള്ള ഒന്നാണ്. അതിലൊരു ഭാഗം എടുക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രത്യേകമായിട്ട് കാണുന്ന ആൾക്കാരാണ് എഴുത്തുകാരെന്ന് പറയാം.
അപ്പോൾ അതുകൊണ്ട് എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഭരണകൂടം എന്ന് പറയുന്ന സംഗതി അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്ന സംഗതി കുറച്ചുകൂടി അടുത്താണ്, അകലെയല്ല. ഈ പറയുന്ന ഈ 19(1)യെ എടുത്തുപയോഗിക്കുന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ എഴുത്തും ഭരണകൂട വിമർശനമാണെന്ന് നമുക്ക് പറയാം. ആ അർത്ഥത്തിൽ എല്ലാ എഴുത്തും രാഷ്ട്രീയമാണെന്നും പറയാം. മാത്രമല്ല, നമ്മുടെ കാലത്ത് ഈ ഭരണകൂടങ്ങൾക്കെല്ലാം ശക്തി വർദ്ധിച്ചു വരുന്നതുകൊണ്ട് അതെല്ലാം തന്നെ വലിയ മസിലുള്ള ഭരണകൂടങ്ങളായി മാറുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് എഴുത്ത് രാഷ്ട്രീയമായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ ജയിപ്പിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ജയിപ്പിക്കാനോ ഒന്നും അല്ലാതെ രാഷ്ട്രീയമാവുന്നത്. മറിച്ച് ഈ 19(1) എന്ന് പറയുന്ന വകുപ്പ് മനുഷ്യർ മുന്നോട്ട് പോകുന്ന സ്വാതന്ത്ര്യം ശ്വസിച്ചുകൊണ്ടാണെന്ന് പറയുന്ന ഇതിൽ വിശ്വസിക്കുന്നത് കൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യബോധം കൂടുതലുള്ളത് കൊണ്ടാണ് എഴുത്ത് രാഷ്ട്രീയമാണെന്ന് പറയുന്നത്. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താം. രണ്ടാമത്തെ കാര്യം ഭാഷയെ സംബന്ധിച്ചുള്ള കാര്യമാണ്. വിറ്റ്ഗൻസ്റ്റൈനൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ അനുഭവത്തിൻ്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ ഭാഷയുടെ അതിർത്തിയാണ്. ഭാഷയുടെ അതിർത്തിക്കപ്പുറം നമുക്ക് ആവിഷ്കാരം നമുക്കുണ്ടെങ്കിൽ അത് ആവിഷ്കരിക്കാനുള്ള മാർഗങ്ങളില്ല. അതുകൊണ്ട് നമ്മുടെ ഭാഷയുടെ അതിർത്തി എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിൻ്റെ അതിർത്തി കൂടിയാണ്. അപ്പം കവിതയൊക്കെ സംഭവിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ആ അതിർത്തി അപ്പുറത്തേക്ക് സർഗാത്മകമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ കവിത അല്ലെങ്കിൽ ലിറ്ററേച്ചർ ഭാഷയ്ക്ക് നൽകുന്നത് എന്തെന്ന് പറയുന്ന ചോദ്യം വലുതാണ്. ഭാഷ പലതരത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ടൂളായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഇപ്പം മനഃശാസ്ത്രത്തിൽ അബോധം ഭാഷയാണെന്ന് പറയും. ഈ ലക്കാനൊക്കെ പറയുന്ന പോലെ അബോധം ഭാഷയാണെന്ന് പറയും. അങ്ങനെ പലതരത്തിൽ ഭാഷയെ പറ്റിയുള്ള സങ്കല്പമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ലിറ്ററേച്ചർ ഭാഷയ്ക്ക് എന്താണ് നൽകുന്നത്? നിങ്ങളുടെ അനുഭവത്തിൻ്റെ സമഗ്രത എന്ന് വിളിക്കാവുന്ന നിങ്ങളുടെ ഭാഷയ്ക്ക് നിങ്ങളുടെ ഭാഷയിലുണ്ടാകുന്ന സാഹിത്യം എന്താണ് നൽകുന്നതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനെ നോക്കിക്കഴിഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിന് ശേഷമുള്ളത് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ആ കാലത്തെങ്കിലും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഭാഷയ്ക്കൊരു നൈതികമായ തലം നൽകുന്ന ഒന്നാണ് എഴുത്തുന്നതാണ്. അതിനെ നീതിമത്താക്കുന്ന ഒന്നാണ്. ഭാഷ എന്ന് പറയുന്ന ആ സ്വതന്ത്ര വ്യവഹാരത്തെ നീതിമത്താക്കുന്ന, നീതിമൽക്കരിക്കുന്ന, ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരാശയം അതിൻ്റെ ഉള്ളിൽ നിരന്തരം അടിച്ചേൽപ്പിക്കുന്ന ഒന്നാണ് ലിറ്ററേച്ചർ. അപ്പോൾ സ്വാഭാവികമായിട്ട് ലിറ്ററേച്ചർ ഇറ്റ്സെൽഫ് ഈസ് ഒരു എത്തിക്കലായിട്ടുള്ള സാധനമാണ്. അത് നൈതികമായിട്ടുള്ള ഒരു സംഗതിയാണെന്ന് വരുന്നു. അങ്ങനെ വരുമ്പോൾ അത് ഇറ്റ്സെൽഫ് അതൊരു പൊളിറ്റിക്കൽ ആക്ഷൻ കൂടിയായിട്ട് മാറുന്നു. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ വ്യവഹരിക്കപ്പെടുന്ന ഇടത്ത് നിന്ന് അത് 5 കൊല്ലം കൂടുന്ന ഇലക്ഷൻ പാർട്ടികളായിട്ട് ബന്ധപ്പെട്ടത് അധികാരത്തിലേക്ക് എത്തിക്കുന്ന മാർഗം എന്നതിലൊക്കെ ഉപരിയായിട്ട് ജനാധിപത്യം എന്ന് പറയുന്നത് അംബേദ്കറൊക്കെ പറഞ്ഞ പോലെ ഒരു സോഷ്യൽ റീഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയിലെ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ നിശ്ചയിക്കുന്ന, അതിൻ്റെ നീതി നിശ്ചയിക്കുന്ന ഒന്നാണ് ഡെമോക്രസി എന്ന അർത്ഥത്തിൽ അതിനൊരു ഭാഷയുണ്ട്. ആ ഭാഷ ആധുനികമായ ഭാഷയാണ്. ആ ഭാഷ സൃഷ്ടിക്കലാണ് ലിറ്ററേച്ചറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന പദത്തെ മറ്റ് തരത്തിൽ മാറ്റി നിർത്താൻ സാധിക്കില്ല. ഒരു കാലത്ത് അപ്പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ധാരാളമായിട്ടുണ്ടായിരുന്നു. ആ പൊളിറ്റിക്കലായിട്ടുള്ള എഴുത്തുകാരുടെ സംവാദങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 2 പേരുടെ ഇടപെടലിലും പരിമിതികളുണ്ടായിരുന്നു. ഇന്നങ്ങനെയല്ല, കുറേ കൂടി ബോധവതികളുമായിട്ടുള്ള ആളുകളായിട്ടാണ് നമ്മൾ മാറിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്തെഴുതിയാലും നമ്മൾ എന്ത് തരത്തിൽ സംഗതി പറഞ്ഞാലും ഈ പെരുമാൾ മുരുകൻ കേസിലെ വിധി പോലെ തന്നെ അതിലെ ജഡ്ജി നിരീക്ഷിക്കുന്ന പോലെ തന്നെ എവിടെങ്കിലും പ്രൊവക്കേഷൻ ഉണ്ടാക്കും. നിങ്ങൾ വിചാരിക്കും ഇപ്പം ആർക്കും പ്രൊവക്കേഷൻ ഇല്ലാത്ത ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സാധ്യമല്ലാത്ത തരത്തിലുള്ളൊരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഓരോ വാക്കും എവിടെങ്കിലും അതിൻ്റെ പ്രകോപനം ഉണ്ടാക്കും. ആ പ്രകോപനത്തിനെ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒരു പുസ്തകം കത്തിച്ച് കളയാം. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച പുസ്തകം നമുക്ക് ചീന്തി കളയാം, കത്തിച്ച് കളയാം, അതിനെതിരെ ചീത്ത വിളിക്കാം, തെറി വിളിക്കാം, ഇത് പൊട്ട പുസ്തകമാണെന്ന് പറയാം. പക്ഷേ നിരോധിക്കാൻ ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് അധികാരമില്ല. അതാണ് അതിലെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് എഴുത്ത് ഇറ്റ്സെൽഫ് പൊളിറ്റിക്കലായിട്ടുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. എഴുത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ അത് ഇന്നത്തെ ഒരു അവസ്ഥയിൽ, മാനുഷിക അവസ്ഥയിൽ അത് രാഷ്ട്രീയമാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നന്ദി.